പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ സെഗ്മെന്റുകളൊക്കെ പുതിയ കുറച്ച് സെഗ്മെന്റുകൾ കൂടി നമ്മുടെ ഹലോ മലയാളത്തിൽ ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സെഗ്മെന്റിലേക്കും കൂടിയാണ് ക്യാമ്പസ് മാസിലേക്ക്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും രാഷ്ട്രീയ ചർച്ച സജീവമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ജെൻസി വോട്ടുകളാകും. പുതുതലമുറ ആരുടെ ഒപ്പമാണെന്നാണ് ഇന്നത്തെ ക്യാമ്പസ് മാസ് പരിശോധിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ വൈബ് എന്താണെന്ന് കിലാഫ് അഹമ്മദ് പറഞ്ഞു തരും. ന്യൂസ് മലയാളം ക്യാമ്പസ് മാസ് ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിലാണ്. ഇത്തവണത്തെ ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇത്തവണ നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക, അധികാരത്തിൽ വരിക? പിണറായി വിജയൻ തുടരുമോ, അല്ലെങ്കിൽ UDF ഭരണം തിരിച്ചുപിടിക്കുമോ, BJP അക്കൗണ്ട് തുറക്കുമോ? ഇത്തവണ ആര് കേരളത്തിൽ ഭരണത്തിൽ വരും? അത് ഉറപ്പായിട്ടും ഇടതുപക്ഷം തന്നെയായിരിക്കും. അതെ, ഉറപ്പായിരിക്കും. ഒരു മാറ്റം ഉണ്ടാവും? ഇല്ല. LDF ജയിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അവരെയാണ് ജയിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ആര് വരണമെന്നാണ് എന്നാലും ആഗ്രഹം? നമുക്ക് ഉപകാരമുള്ള ആരിലേക്ക് വന്നാൽ മതി. LDF ആയിരിക്കും. അതെന്താ കാരണം? LDF എന്ന് വെച്ചാൽ 10 വർഷത്തിന് പുതിയ മാറ്റങ്ങൾ കുറെ വന്നിട്ടുണ്ട്, കുറെ വികസനം ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുന്നത്? എവിടുത്തെ ഇലക്ഷൻ? ഇവിടുത്തെ കേരളത്തിൽ അറിയില്ല. BJP അക്കൗണ്ട് തുറക്കോ? അക്കൗണ്ട് തുറക്കെന്ന് പറഞ്ഞാൽ UDF ഭരണത്തിൽ വരും? തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് UDF ഭരണത്തിൽ വരണം എന്നാണ്. കാരണം നമ്മളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ UDF തീർച്ചയായിട്ടും ഭരണത്തിൽ വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് പോരായ്മകൾ LDF ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അവർ LDF പാർട്ടിയാണ് ഒരുപാട് മുന്നോട്ടേക്ക് കാണിക്കുന്നത്. ഇവരുടെ ഡെവലപ്മെന്റ് പോസ്റ്ററിലാണ്, ഗ്രൗണ്ടിലില്ല. തുടർച്ചയായി 2 ഭരണഘട്ടം കണ്ടു. വിദ്യാർത്ഥികളാണേലും അതേപോലെ യുവതലമുറ എല്ലാവരും കണ്ടു. അപ്പം ഇത് കണ്ടു വളർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും ഇങ്ങനൊരു സാഹചര്യം പോയി, അതായത് 3.0 വന്നാൽ എന്തൊക്കെ സംഭവിക്കാം. അതായത് ഇപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിൽ എല്ലാം തകർന്നു വരുന്നൊരവസ്ഥയിലാണ്. ഇനിയും അവരെ കയ്യിൽ കൊടുത്താൽ ഇപ്പം വെറും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കടം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടി കടമാണ് ഇപ്പം നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോയാൽ ആ 5 മാറി ചിലപ്പോൾ 50 ലക്ഷം കോടി കടങ്ങളൊക്കെ ആക്കും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ സാക്ഷിയാവാൻ പോവുകയാണ്. അതിന്റെ എല്ലാ ആവേശവും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ജെൻസി വൈബിൽ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ക്യാമ്പസ് മാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു കോളേജിൽ വെച്ച് കാണാം.